ഹലോ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മട്ടൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം ക്ലീൻ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളം കുറച്ച് ചൂടാക്കി എടുത്തിട്ട്, വെള്ളം ഒരുപാട് വെട്ടിത്തിളയ്ക്കൊന്നും വേണ്ട, ചൂടാക്കി എടുത്തിട്ട് ഇത് അതേപോലെ എടുത്ത് ആ വെള്ളത്തിലും ഇട്ടേക്കണം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം തിളക്കും. അപ്പോഴത്തേക്ക് നമ്മൾ എടുത്തിട്ട് അതിന് പുറത്ത് ഈ കാണുന്ന ഈ ചോപ്പ് ഇതെന്ന് പറയുന്നത് ഫുള്ള് ബ്ലഡിൻ്റെ ഞരമ്പുകളാണ്. അപ്പോൾ അത് ഫുള്ള് നമ്മളതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലാണ് അത് ക്ലീൻ ചെയ്ത് മാറ്റാറുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ബലമൊന്നും കൊടുക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഈ നാര് പോലെ ഇങ്ങനെ ഊരി വരും. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അതെല്ലായിടത്തും ക്ലീൻ ചെയ്ത് മാറ്റണം. പുറമേയുള്ള ഭാഗത്തുനിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ 1-2 കട്ട് ചെയ്തിട്ട് വീണ്ടും അകത്ത് കാണുന്നതെല്ലാം ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചൂരി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഞരമ്പുകളെല്ലാം ഒരുവിധം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ന് പറയുന്നത് നമുക്കത് ചെറിയ ചെറിയ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് പിച്ചാതെ തുടങ്ങുമ്പോൾ തന്നെ അതങ്ങനെ അത്ര സോഫ്റ്റ് ആണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വേവിക്കാനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഒരു ശകലം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചാണ് അത് ഒരു സ്പൂൺ. അപ്പോൾ അത് വിട്ട് ഒരു 1.5 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്കത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നമ്മൾ കുറച്ചെടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് കളറെന്ന് പറയുന്നത് വേണ്ട. അപ്പോൾ ആ ഉള്ളി അതെല്ലാം കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ശകലം കുരുമുളക് പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നമ്മളെ കട്ട് ചെയ്ത് ചെയ്യുന്ന ബ്രെയിൻ എന്ന് പറയുന്നത് ഇതിന് പുറത്തുകൂടെ അച്ചതായിട്ട് ഇങ്ങനെ പറക്കി വെച്ചിരുന്നാൽ മാത്രം മതി. എന്നിട്ട് അളച്ച് വയ്ക്കാം. അത് മിക്സ് ചെയ്യില്ല എപ്പോഴും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അതിൽ വെച്ചുടനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രെയിനിലെല്ലാം കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് അതിൽ വെച്ചിരുന്ന് ജസ്റ്റ് ഒന്ന് കുക്കായതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്കായതിന് ശേഷം മാത്രമേ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതങ്ങ് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് തിരിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ബ്രെയിനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ കേസാണ്. ഒരു മുട്ട അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പൊട്ടിച്ചൊഴിച്ചാൽ നല്ലതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ട് അതും കൂടെ നമുക്ക് ഇതിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മളിവിടെ ചെയ്യുമ്പോഴെല്ലാം ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു 1/2 സ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.